കാന്തപുരം ഉസ്താദ് അവരുകളെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? സക്കരിയ സലായി വന്നിട്ട് അയാൾ പറഞ്ഞു, ഇതാ ഞങ്ങൾ കാന്തപുരത്തെ ഒറ്റപ്പെടുത്താൻ പോവാണ്. എങ്ങനെ? അന്ന് മുജാഹിദുകൾ പുലർപ്പ് വരുന്നേ ഉള്ളൂ. ഈ കോലത്തിൽ അവർ നശിപ്പിക്കുന്നത് പെടുന്നതിന്റെ മുമ്പ് അവരുടെ പ്രഖ്യാപനമായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ എന്തായി നിങ്ങൾ പരിശോധിക്കണം. കാന്തപുരം ഉസ്താദിനെ ഒറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞവർ ഒറ്റപ്പെട്ടു പോയി. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി നിങ്ങൾ കളിച്ചപ്പോ സഹോദരങ്ങളെ, അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്ത ശക്തമായ ശിക്ഷയുടെ ഫലം മുജാഹിദ് കോലത്തിലായി നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇയാളെ പഴയകാല പ്രസംഗം കേൾക്കാം. ഞങ്ങൾ കാന്തപുരത്തെ ഒറ്റപ്പെടുത്തും എന്ന് പറഞ്ഞ പ്രസംഗം. കള്ളപ്രവാചകനുമായി വന്ന കാദിയാനികളെ ഒറ്റപ്പെടുത്തിയതുപോലെ കള്ളമുടിയുമായി വന്ന കാന്തപുരം ഗ്രൂപ്പിനെ ഒറ്റപ്പെടുത്തണമെന്ന ആഹ്വാനവുമായിട്ടാണ് മുസ്ലിം സംഘടനകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കാന്തപുരത്തോടോ. അപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പാരാ ഒറ്റപ്പെട്ടത്? സ്വലായി നിങ്ങളെ പ്രസ്ഥാനം നിങ്ങളെ ചെവിക്ക് പിടിച്ച് പുറത്ത് വലിച്ചെറിഞ്ഞില്ലേ? കാന്തപുരം ഉസ്താദ് ഇപ്പോഴും ഇസ്സത്തോടുണ്ടല്ലോ. അപ്പൊ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റിപ്പോയി, നിങ്ങൾക്കാണ് അബദ്ധം സംഭവിച്ചു പോയത്.